ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്തു നോക്കാൻ വേണ്ടി പോകുന്നത് മുളപ്പിച്ച് ചെറുപയർ തോരൻ വയ്ക്കുന്നതാണ്. ഇതിപ്പോൾ ഏകദേശം 5 ദിവസം പ്രായമായിട്ടുള്ള ചെടികളാണ്. ഇതിൻ്റെ ഓരോ ദിവസത്തെ ഓരോ സ്റ്റേജ് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. വെറും 5 ദിവസം മതിയാകും. ഇപ്പോൾ ചീരയും കാര്യങ്ങളൊന്നും എല്ലാ ദിവസവും കിട്ടണമെന്നില്ല. ഇലക്കറികൾ നമ്മുടെ ശരീരത്തിന് എപ്പോഴും ആവശ്യമാണ്. അപ്പോൾ ചീരയും കാര്യങ്ങളൊന്നും കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ നമുക്ക് വളരെ കുറഞ്ഞ സ്ഥലത്ത് ഈ ഒരു ചെറുപയർ മുളപ്പിച്ചത് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. ഇത് ടിഷ്യൂവിൽ അല്ലെങ്കിൽ നല്ല കോട്ടൺ തുണിയിൽ ഈ ഒരു ചെറുപയർ തലേദിവസം നമുക്ക് വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഏകദേശം ഒരു 7-8 മണിക്കൂർ വെള്ളത്തിൽ കിടന്നതിന് ശേഷം നല്ലൊരു നനഞ്ഞ കോട്ടൺ തുണിയിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ടിഷ്യൂവിൽ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് അതിലേക്ക് നമ്മൾ ഈ പയറിട്ട് കൊടുത്ത് ഏകദേശം ഒരു 5 ദിവസം കൊണ്ട് ഈ ഒരു സൈസിൽ നമുക്ക് ചെറുപയറിൻ്റെ ആ ഒരു ചെടി കിട്ടുന്നതായിരിക്കും. നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു വേര് ആവശ്യമില്ല. വേര് കട്ട് ചെയ്ത് നമുക്ക് മാറ്റി ചെടികളെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റി നല്ലോണം വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. ഇതിൽ പൊടിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ഇങ്ങനെ വളർന്നു വന്നാണല്ലോ, അപ്പോൾ പൊടിയും കാര്യങ്ങളൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇത് അരിഞ്ഞിട്ട് അല്ലാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാണ്ട് നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് നമ്മൾ സാധാരണ തോരനൊക്കെ അരിയുന്ന പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് കൊടുത്ത് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് തന്നെ കുക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇതിലേക്ക് കുറച്ച് പയർ കൂടി ചേർത്തിട്ടാണ് തോരൻ വയ്ക്കുന്നത്. കാര്യം ആ ഒരു ചെറുപയറിൻ്റെ ആ ഒരു ചെടി നമുക്ക് ആവശ്യത്തിനുള്ള അളവിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചെറുപയർ വെള്ളത്തിലിട്ട് നമുക്ക് ഇങ്ങനെ ചെടിയാക്കി വളർത്തിയെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് പയറും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തേങ്ങ, വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ഇത്രയും സാധനങ്ങളാണ്. ഇത് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതിയാകും. വല്ലാണ്ട് അരിഞ്ഞു പോകണ്ട. സാധാരണ തോരനൊക്കെ നമ്മളൊന്ന് ചതച്ചെടുക്കാമെന്ന് പറയില്ലേ, അത്രയും ആ ഒരു ഇതിൽ മതിയാകും തേങ്ങ അരപ്പ് എടുക്കുന്നത്. അതിനുശേഷം നമ്മളൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് അരപ്പ് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കാം. നമ്മളിതിലേക്ക് പച്ചമുളകും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഒരു പച്ചപ്പ് മാറുന്നതിന് വേണ്ടിയിട്ട് അരപ്പ് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ആ ഒരു അരച്ച മിക്സിയുടെ ജാറിലെ കുറച്ചൊരു 3 ടീസ്പൂൺ വെള്ളം മാത്രമേ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. വെള്ളം ചേർത്തില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ആ ഒരു അരപ്പ് എടുത്ത വെള്ളം മാത്രം ഞാൻ ഇതിലേക്ക് ചേർത്ത് അരപ്പ് നല്ലോണം ഒന്ന് ചൂടായി പയർ ആദ്യം ഒന്ന് നമ്മൾ അരിഞ്ഞു വെച്ച ആ ഒരു പയറുണ്ടല്ലോ അത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. ആ ഒരു ചെടീനെ അപേക്ഷിച്ച് ഈ പയറിന് കുറച്ചുകൂടി ഒരു വേവ് ഉണ്ടാവും. അപ്പോൾ ഒരു 3-4 മിനിറ്റ് ഈ ഒരു പയർ മാത്രം ഇട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് അടച്ച് വെച്ചൊരു 3-4 മിനിറ്റിന് ശേഷം നമുക്ക് ആ ഒരു അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെടി കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ധാരാളം പോഷക ഗുണങ്ങളുള്ളതാണ് ഈ ചെറുപയർ മുളപ്പിച്ചത്. ആ ഒരു ചെടിയെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങളെന്ന് കിട്ടുന്നതായിരിക്കും. പ്രോട്ടീനുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലിന് ബലം കിട്ടുന്നതിന് വേണ്ടിയിട്ടും ക്ഷീണം അകറ്റുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ചെറുപയർ മുളപ്പിച്ചത് വളരെയധികം നല്ലതാണ്. സ്ഥലമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും വെറും 2 ബൗൾ മാത്രം മതിയാവും ഇതൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ഒരു ചെടി അരിഞ്ഞത് കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു 3-4 മിനിറ്റ് മാത്രം മതിയാകും ഇത് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കിയതിന് ശേഷം മൂടി വെച്ചൊരു 3-4 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു തോരനാണിത്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. ഇതെടുത്തതിന് ശേഷം അടുത്ത ഒരു വിളവിന് വേണ്ടിയിട്ടുള്ള ചെറുപയർ കൂടി ഞാനിവിടെ വെക്കുന്നുണ്ട്. ഇന്നലെ ഞാനിത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ ഏകദേശം 7-8 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പയർ കൂടി ഞാൻ അടുത്ത ഒരു 5 ദിവസത്തിന് ശേഷം ഇത് വീണ്ടും എനിക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.